വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തയുടെ ഉറവിടം തപ്പിപ്പോയാൽ കോടതിയിൽ നിന്ന് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതി പുറത്തുവന്ന ഒരു ഉത്തരവും അതിനെ തുടർന്ന് കിട്ടിയ ഒരു ഡോക്യുമെൻറ്റുമാണ്. 10 ദിവസങ്ങൾക്ക് ശേഷം അതൊരു വിവാദമായി കത്തിപ്പടരാനുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സംഘി ക്രിസംഘി നെറ്റ്വർക്കുകൾ എങ്ങനെയാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെന്ന് ബോധ്യപ്പെടും. ഈ വ്യാജ വാർത്താ ഡോക്യുമെൻ്റ് ജെയിംസ് വടക്കൻ എന്ന വിവരാവകാശ പ്രവർത്തകൻ്റെ രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ഒരു 916 ക്രിസംഖിയാണ്. ഇയാളിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇയാളിലൂടെ ഇത് ഷാജൻ സ്കറി എന്ന മറുനാടൻ മലയാളി മഞ്ഞ ചാനലിന് ലഭിക്കുകയാണ്. ഇത് കിട്ടിയ ശേഷം ഷാജൻ സ്കറിയ തലേ ദിവസം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ മെമ്മോറാണ്ടത്തിൻ്റെ ഡോക്യുമെൻറ്റും വെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റിൽ നിന്നാണ് പിന്നീടത് സംഘപരിവാർ ചാനലായ ഏഷ്യാനെറ്റ് ഏറ്റെടുക്കുന്നു, അംബാനി ചാനലായിട്ടുള്ള ന്യൂസ് 18 ഏറ്റെടുക്കുന്നു, ജനൻ TV ഏറ്റെടുക്കുന്നു, മാതൃഭൂമി ഏറ്റെടുക്കുന്നു. അങ്ങനെ സംഘപരിവാർ നെറ്റ്വർക്കുകളിലൂടെ ഈ വ്യാജ വാർത്ത പുറത്തേക്ക് ഒരു വാർത്താ വിസ്ഫോടനമായി വരികയാണ്. സ്വാഭാവികമായി എന്താണ് ഇങ്ങനെ ഒരു വിവാദം പെട്ടെന്നുണ്ടാകാൻ കാര്യം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇതുവരെ ഫണ്ട് നൽകാത്തതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ജനവികാരം ഉയർന്നു വരികയാണ്. ആ ജനവികാരം ഉണ്ടാകാതിരിക്കാൻ വ്യാജ വാർത്ത സൃഷ്ടിക്കേണ്ടതുണ്ട്. അതാണ് ഷാജൻ സ്കറി എന്ന ഈ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന മാലിന്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. 2 ദിവസം മുന്നേ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഞെട്ടരുതെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജെയിംസ് വടക്കൻ നൽകിയ കേസിൽ സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ്. മറക്കാതെ എല്ലാവരും ദുരിതാശ്വാസ നിധിയിൽ തന്നെ പണം നൽകണം കേട്ടോ. വയനാട് ദുരന്തത്തിൻ്റെ ചിലവ് വിവരങ്ങളാണ്: 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപ, ഒന്നിന് 75,000 രൂപ വെച്ച്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2,98,00,000 രൂപ. 5,000 പേർക്കെന്ന് കൂട്ടിയാൽ തന്നെ 1 ടച്ച് പ്ലസ് റെയിൻകോട്ട്, അംബ്രല, ഗൺ ബൂട്ട്സ് ഏകദേശം 6,000 പെർ സെറ്റ്. ബെയിലി പാലത്തിൻ്റെ അടിയിൽ കല്ല് നിരത്തിയത് 1 കോടി രൂപ. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിൻ്റെ ചെലവ് 7 കോടി രൂപ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ 4 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങളുടെ വകയിൽ 2 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണം, വെള്ളം ആവശ്യങ്ങൾക്ക് 10 കോടി. ഹെവി എക്യുപ്മെൻറ്റ് JCB, ഹിറ്റാച്ചി എന്നിവയ്ക്ക് ചിലവായത് 15 കോടി. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് 8 കോടി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് 11 കോടി. ഇതാണ് ഷാജൻ സ്കറിയെ പങ്കുവച്ചത്. ഈ വാചകങ്ങളല്ലേ സ്വാഭാവികമായിട്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാജ വാർത്തയുടെ സ്ക്രിപ്റ്റ് ഉൽപ്പാദകരിൽ ഒരാൾ മറുനാടൻ ഷാജൻ മർദയാണ്. അയാൾക്ക് ഈ സർക്കാരിനോടുള്ള വൈരാഗ്യമാണ്, ഇടത് വിരോധമാണ് ഈ വ്യാജ വാർത്തയ്ക്ക് തുടക്കമിടുകയും ഏഷ്യാനെറ്റ് എന്ന BJP നേതാവിൻ്റെ ചാനലിലൂടെ പുറത്തേക്ക് വരികയാണ്. പിന്നീടത് സംഘപരിവാർ ചാനലുകളായിട്ടുള്ള അംബാനിയുടെ ന്യൂസ് 18-ഉം BJPയുടെ തന്നെ ജനൻ TVയും BJPയുടെ മുഖപത്രമായി പ്രവർത്തിക്കുന്ന മാതൃഭൂമിയും ജന്മഭൂമിയും തുടർന്ന് ബാക്കിയുള്ള എല്ലാ ചാനലുകളും ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെയാണ് മെമ്മറാണ്ടം അഥവാ എസ്റ്റിമേറ്റായി നൽകിയ ഒരു ഡോക്യുമെൻറ്റിനെ ചിലവാക്കി എന്ന നിലയിലേക്ക് പ്രചരണമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്രിമ സൃഷ്ടിയല്ലേ, കേന്ദ്രം ഫണ്ട് തരാതിരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഇടപെടലല്ലേ. ആ ഫണ്ട് എങ്ങനെയൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള തുരങ്കം വയ്ക്കാം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ടി ക്രിസംഖികളും സംഘികളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു പച്ച നുണ. ആ പച്ച നുണ പുറത്തേക്ക് പോയി കഴിഞ്ഞു. അവർ ഉദ്ദേശിച്ച രീതിയിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടു. രാവിലെ മുതൽ വലിയ ബ്രേക്കിംഗായി ആഘോഷിച്ചവർ വൈകുന്നേരം ഇരുട്ട് മുറികളിൽ വന്ന് തള്ളിപ്പറഞ്ഞു, തെറ്റാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. എന്നിട്ട് ഈ വാർത്ത ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ദുരിതാശ്വാസ ഫണ്ടിൽ അഴിമതി നടത്തിയെന്നുള്ള വ്യാജ പ്രചരണവും സ്വാഭാവികമായി സർക്കാരിന് ചെയ്യേണ്ട ഒരേ ഒരു ഉത്തരവാദിത്തമാണ്. ഈ വ്യാജ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച മറുനാടൻ മറുത പോലെയുള്ള ദുരന്തങ്ങളെ ദുരന്ത നിവാരണ അതോറിറ്റി നിയമം ചുമത്തി കേസെടുക്കണം, ജയിലിനുള്ളിൽ അടയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ നാടിനകത്തിരുന്നു കൊണ്ട് ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ
അനാവശ്യ ജനവികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേയേറെ മാപ്രകൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനലിലും ജനൻ TV എന്ന സംഘപരിവാർ ചാനലിലും മാതൃഭൂമി എന്ന സംഘപരിവാർ ചാനലിലും ന്യൂസ് 18 എന്ന സംഘപരിവാർ ചാനലിലും ഉള്ളിലിരിക്കുന്ന മാധ്യമ അവതാരങ്ങൾക്കെതിരെ ശക്തമായ വകുപ്പുകളിട്ട് കേസ് ചാർജ് ചെയ്യേണ്ടതുണ്ട്. ലോകത്തെവിടെയും ഇമാതിരി തെമ്മാടിത്തരം മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നടക്കത്തില്ല. കേരളത്തിൽ മാത്രം, അത് ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിളിച്ചു കൂവുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കില്ല, ലോകത്തെവിടെയും ഒരു രാജ്യത്തും നടക്കാത്ത കാര്യത്തെയാണ് ഈ രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്ന തെമ്മാടിത്തമെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നുണ്ട്. അതിന് കൂട്ടുപിടിച്ചവരും അതിന് കുടപിടിച്ചവരും നിയമപരമായി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.